എല്ലാവർക്കും IOMൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സ് ആണ്. അതിൽ മൊഡ്യൂൾ 1 കോംപ്ലക്സ് നമ്പർ ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കടുത്ത് പഠിക്കാനായിട്ടുള്ളത് സബ്ട്രാക്ഷനാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, സബ്ട്രാക്ട് 5 - 6i ഫ്രം 3 - 5i. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 3 - 5iയിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? 5 - 6i മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ 3 - 5iയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആരെ മൈനസ് ചെയ്യണം? 5 - 6i മൈനസ് ചെയ്യണം. ഇവിടെ മെയിനായിട്ടുള്ള നമ്മുടെ സബ്ട്രാക്ഷൻ്റെ സിമ്പിൾ ഇതാണ്. അതിന് ശേഷം ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ നമ്മളോട് എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് എന്താണ്? മസ്റ്റായിട്ടും വേണം. കാരണം ഈ മെയിൻ മൈനസ് കഴിഞ്ഞിട്ട് ഇവിടെ 5ഉം ഉണ്ട് 6iയും ഉണ്ട് അല്ലേ? അതായത് ഇവിടെ രണ്ട് ടേം ഉണ്ട്. 5 ഒരു ടേമാണ്, അതുപോലെ എന്താണ് 6i മറ്റൊരു ടേമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് ഉറപ്പായിട്ടും കൊടുക്കണം. അപ്പോൾ 3 - 5i അങ്ങനെ തന്നെ എഴുതുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബ്രാക്കറ്റ് റിമൂവ് ആക്കുക? ഈ മൈനസിനെ ഈ 5നും കൊടുക്കണം, അതുപോലെ എന്ത് ചെയ്യണം? 6iക്കും ഈ മൈനസിനെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ 5ൻ്റെ ഇപ്പോഴത്തെ സിമ്പിൾ എന്താണ്ടാ? പ്ലസ് ആണ് കേട്ടോ, പ്ലസ്. അപ്പോൾ ഈ +5ന് ഈ മൈനസ് കൊടുക്കുമ്പോൾ +5 എന്തായിട്ട് മാറും? -5 ആയിട്ട് മാറും. അതുപോലെ ഈ മൈനസ് നമ്മുടെ -6iക്ക് കൊടുക്കുമ്പോൾ അവിടെ മൈനസ് മാറി അവിടെ എന്താവൂടാ? +6i എന്നാവും അല്ലേ? ഇനി നമ്മൾ നോർമൽ ചെയ്യുമ്പോഴാണ് റിയൽ പാർട്ട്. ഇവിടെ റിയൽ പാർട്ട് 3 ആണ്, ഇവിടെ ആരാണ്ടാ? 5 ആണ് അല്ലേ? അപ്പോൾ 3 - 5. 3 - 5 എത്രയാണ്ടാ? 3 - 5 -2 അല്ലേ? -2ഉം അടുത്ത -5i + 6i. അപ്പോൾ -5 + 6 എത്രയാണ്? -5 + 6 എത്രയാണ്ടാ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 1 ആണല്ലേ ആൻസർ. അതായത് 1, അതായത് +1i നമ്മളെപ്പോഴും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെന്ന് എഴുതിയാൽ മതി? i എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്ടാ? -2 + i. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, 5 - 8i ഫ്രം 6 - 3i അല്ലേ? അപ്പോൾ 6 - 3iയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? 5 - 8i മൈനസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈനസ് കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം അല്ലേ? ഇവിടെ 5ഉം 8iയും രണ്ട് ടേമാണ്. അപ്പോൾ നമ്മളിവിടെ ഉറപ്പായിട്ട് എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് ഉറപ്പായും കൊടുക്കണം. മറന്നു പോകരുത്. മറന്നു പോയാൽ നമ്മുടെ ആൻസർ എന്താവും? തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ 6 - 3 അതുപോലെ തന്നെ എഴുതുക. ഈ മൈനസ് അത് കൊടുക്കുമ്പോൾ എന്താണ്ടാ? +5 എന്താവും? +5 -5 ആവും അല്ലേ? ഈ -5 ഈ 5ന് കൊടുക്കുമ്പോൾ എന്താവും? -5 ആവും. അതുപോലെ -8i എന്തായിട്ട് മാറും? +8i ആയിട്ട് മാറും. ഇവിടെ പലർക്കുള്ള ഡൗട്ടാണ്, 5ൻ്റെ സിമ്പൽ എന്താണ്? 5ൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് മൈനസ് അല്ലേ? അപ്പോൾ 5 ഒരു മൈനസ് അല്ലേ? അതിൻ്റെ സിമ്പൽ അല്ല. 5ൻ്റെ യഥാർത്ഥ സിമ്പൽ ഇവിടെ എന്താണ്ടാ? പ്ലസ് ആണ്. എന്താണ്? പ്ലസ് കണ്ടോ? ഇവിടെ കണ്ടോ? ഇവിടെ നമ്മൾ 5 - 8i നോക്കുമ്പോൾ 5ൻ്റെ ഇവിടുത്തെ ഒറിജിനൽ സിമ്പൽ ആരാണ്? പ്ലസ് ആണ്. അതുപോലെ 8iയുടെ സിമ്പൽ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ഈ മൈനസ് നമ്മൾ അകത്ത് കൊടുക്കുമ്പോൾ +5 എന്തായിട്ട് മാറും? -5 ആവും. അതുപോലെ -8i എന്തായിട്ട് മാറും? +8i ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ പാർട്ട് ഇവിടെ ആരാണ്? 6ഉം ഇവിടെ -5ഉം അല്ലേ? 6 - 5 എത്രയാണ് ആൻസർ? 1 ആണ്. അതുപോലെ -3i + 8i. അപ്പോൾ -3 + 8 ആദ്യം ചെയ്യുക. -3 + 8 എത്രയാണ്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആൻസർ 5 ആണ് അല്ലേ? അപ്പോൾ 5 മാത്രം പോരെ, എന്തുകൂടെ എഴുതണം നിങ്ങൾ? 1 + 5i. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, 8 - 2i ഫ്രം 7 - 3i അല്ലേ? അപ്പോൾ 8 - 2i നമുക്ക് മൈനസ് ചെയ്യണം. എവിടെ നിന്ന് മൈനസ് ചെയ്യണം? 7 - 3iയിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം 7 - 3i അതുപോലെ എഴുതും. മൈനസ് അടുത്ത ആരാണ്ട? 8 - 2i. നിങ്ങൾക്ക് മനസ്സിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരും അല്ലേ? ബ്രാക്കറ്റ് ഇവിടെ ഇടേണ്ട ആവശ്യമില്ലേ? ബ്രാക്കറ്റ് ഉറപ്പായും വേണം. കാരണം മൈനസ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടേമൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ നമ്മളവിടെ ഉറപ്പായിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഈ പറയുന്ന ബ്രാക്കറ്റ് കൊടുക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ മാറും? 7 - 3 നമ്മൾ അതുപോലെ തന്നെ എഴുതും. അതുപോലെ ഇവിടെ +8 ആണ്. 8ൻ്റെ സിമ്പിൾ എന്താണ്ടാ? +8. +8 എങ്ങനെ മാറും? -8 ആകും. അതുപോലെ -2i എന്തായിട്ട് മാറും? +2i ആവും. ഇതവിടെ +2i അല്ലേ? ഈ മൈനസ് നമ്മൾ 8നും കൊടുക്കും, -2iക്കും കൊടുക്കും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ റിയൽ പാർട്ട് 7 - 8 എത്രയാണ്? -1 അല്ലേ? -1. അടുത്ത് നോക്കിയാൽ -3i + 2i. -3 + 2 -3 + 2 എത്രയാണ്ടാ? -1. അതായത് -1i എന്ന് എഴുതേണ്ട ആവശ്യമില്ല, -i എന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്ടാ? -1 - i. എടാ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്.
അതിലുള്ള മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഐ സ്ക്വയർ വാല്യൂ എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √-1 അല്ലേ. √-1ൻ്റെ സ്ക്വയർ എന്തായിരിക്കും ആൻസർ? സ്ക്വയർ റൂട്ട് എടുത്തുനിന്ന് ക്യാൻസലായി പോയിട്ട് നമുക്ക് ആൻസർ എന്ത് വരും? -1 എന്നുള്ള ആൻസർ വരും. അപ്പോൾ നിങ്ങൾ പഠിച്ചു നോക്കി ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? -1. ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ഐ സ്ക്വയർ അല്ലെ. ഐ സ്ക്വയർ ഈക്വൽ ടു -1. നിങ്ങൾക്ക് അതിലൊരു ക്വസ്റ്റ്യൻ നോക്കി 3 + 3i × 5 + 2i അല്ലേ. അവിടെ വളരെ ഈസിയാണേ. ഇതവിടെ നോക്കി ആദ്യം നമ്മൾ 3 കൊണ്ട് എന്ത് ചെയ്യണം? 3 കൊണ്ട് ആദ്യം 5 ഇൻറ്റു ചെയ്യണം. 3 × 5 എത്രയാണ്? 15. നെക്സ്റ്റ് അടുത്ത് ചെയ്യേണ്ട 3 കൊണ്ട് ആര് ഇൻറ്റു ചെയ്യണം? 2i ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 2 3 × 2 എത്രയാണ്ടാ? 6. ഒരു ഐ കൂടെ ഉണ്ടല്ലേ, അപ്പോൾ 6i. അപ്പോൾ അത് കഴിഞ്ഞ് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ ഇവിടെ വേറെ ടൈം ഒന്നുമില്ല. ഇവിടെ ആകെ 5 × 2i മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ 3i × 5 3i × 5 എത്രയാണ്? 3i × 5. അപ്പോൾ 3 × 5 3 × 5 എത്രയാണ്? 15i. നെക്സ്റ്റ് വൺ 3 × 2i 3i × 2i അല്ലേ. അപ്പോൾ നോക്കിയാൽ 3 × 2 3 × 2 എത്രയാണ് ആൻസർ? 6 ആണ്. i × i എന്തായിട്ട് മാറും? ഐ സ്ക്വയർ ആവും. എന്താവും? ഐ സ്ക്വയർ. നെക്സ്റ്റ് വൺ 15 നമ്മൾ അതുപോലെ തന്നെ എഴുതുക. പ്ലസ് 6i + 15i. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6i + 15i. 6 + 15 എത്രയാണ്? 21i. ഇവിടെ പ്ലസ് ഞാൻ പറഞ്ഞു 6i² ആണല്ലേ. 6i². അപ്പോൾ 6 × i² എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 അല്ലേ. അപ്പോൾ 6 × -1 -6. അപ്പോൾ ഇവിടെ ഈ പ്ലസ് മൈനസ് കൊണ്ട് ചേരുമ്പോൾ നമുക്കിവിടെ -6 എന്ന് എഴുതാം അല്ലേ. ഈ പ്ലസ് മൈനസ് കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? അത് മൈനസ് ആകും കേട്ടോ. പഠിച്ചു വയ്ക്കുക. പ്ലസ് മൈനസ് കൊണ്ട് ചേരുമ്പോൾ അവിടെ എന്താവും? മൈനസ് ആകും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് മൈനസ് എന്ന് എഴുതുകയാണേ. അപ്പോൾ -6 എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് വൺ 15 - 6 15 - 6 എത്രയാണ്ടാ? 9 ആണ്. 9 + 21i. വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 5 + 2i × 1 + 2i. ഇതും വളരെയധികം ഈസിയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് 1 അല്ലേ. 5 × 1 5 × 1 എത്രയാണ്ടാ? 5. അടുത്ത 5 × 2i. ഇപ്പോൾ 5 × 2 എത്രയാണ്? 5 × 2 10. തീർന്നില്ല. ഇവിടെ ഐ കൂടെ കിടക്കില്ല. അപ്പോൾ 10i. നെക്സ്റ്റ് വൺ 2i × 1 2 × 1 എത്രയാണ്ടാ? 2 ആണല്ലേ. അപ്പോൾ 2i. അടുത്ത 2i × 2i. ഇവിടെ 2 × 2 എത്രയാണ്? 2 × 2 4 ആണല്ലേ. 4i × i എന്താവും? ഐ സ്ക്വയർ. അപ്പോൾ ബാക്കി വീണ്ടും 5 അതുപോലെ തന്നെ എഴുതുക. 10i + 2i 10i + 2i എന്താണ് ആൻസർ? 10 + 2 10 + 2 എത്രയാണ്ടാ? 12 ആണ്. അപ്പോൾ 12i. ഇതാ ഇവിടെ ഞാൻ 4i² എടുക്കുകയാണ്. നോക്കിയാണ് 4i² എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? 4 × i² വാല്യൂ എന്താണ്ടാ? -1. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? -4. എന്താണ്? -4. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ പ്ലസ് ആണ്. 4i² വാല്യൂ എന്താണ്ടാ? -4. നേരത്തെ അതേ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു പ്ലസ് മൈനസ് കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എന്താവും? മൈനസ് ആവും അല്ലേ. അപ്പം ഞാൻ അതിനങ്ങ് ഒറ്റ ഇതിലങ്ങ് എന്താണ് മൈനസ് എഴുതുകയാണ്. -4. ഇനി നമുക്ക് 5 - 4 ചെയ്യാമല്ലോ. 5 - 4 എത്രയാണ്ട? 5 - 4 1 ആണ്. 1 + 12i. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. 3 + 6i × 2 + i അല്ലേ. ഫസ്റ്റ് വൺ 3 × 2 3 × 2 എത്രയാണ്ടാ? 6 ആണല്ലേ. 6. അതുപോലെ 3 × i 3 × i എന്ന് പറയുമ്പോൾ എന്താണ്? +3i. നെക്സ്റ്റ് വൺ 6i × 2 6i × 2 6 × 2 എത്രയാണ്ടാ? 12i. അടുത്ത 6i × i. അപ്പോൾ 6i × i ആണല്ലേ. അപ്പോൾ ഇവിടെ 6 ആണ്. ഞാൻ പറഞ്ഞു വെറും i കിടക്കണതിൻ്റെ കൂടെ ആരായിരിക്കും ഉള്ളത്? നമ്പർ ആരായിരിക്കും? 1 ആയിരിക്കും അല്ലേ. അപ്പോൾ 6 × 1 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? 6 ആണ്. i × i എന്ന് പറയുമ്പോൾ എന്താണ്? ഐ സ്ക്വയർ ആണ്. അപ്പോൾ 6i² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 × i² വാല്യൂ -1. 6 × -1 എന്ന് പറയുമ്പോൾ എന്താ? -6 ആണല്ലേ. അപ്പോൾ 6 + 3i + 12i എന്തായിരിക്കും? പറഞ്ഞ് എന്തായിരിക്കും? 3i + 12i 15i. ഇവിടെ 6i² വാല്യൂ -6 ആണേ. അപ്പോൾ പ്ലസും പിന്നെ എന്താണ് -6 എഴുതി. ഇവിടെ പ്ലസും മൈനസും അടുത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. പ്ലസ് മൈനസ് ജോയിൻ ചെയ്ത് അവിടെ എന്താവൂടാ? അങ്ങ് മൈനസ് ആവും. അപ്പോൾ 6 + 15i -6. ഇവിടെ നോക്കിയാൽ 6 - 6 എന്തായിരിക്കും? അത് ക്യാൻസലായി പോകില്ലേ. രണ്ടും ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്താണ്? 0 എന്ന് കിട്ടും. ഇവിടെ പിന്നെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? 15i എന്ന് പറയുന്ന ഒരൊറ്റ ആൻസർ കിട്ടും. 15i. അതായത്
ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. എടാ ഇനി A+IB ഫോമിലാണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 0 + 15i എന്ന് തന്നെ എഴുതും. ഓക്കെ. എടാ നിങ്ങൾക്ക് ഇനി വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഉണ്ടേ. അതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതിൽ നോക്കിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2 + 3i. നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. 2 + 3യുടെ കോൺജുഗേറ്റ് എന്തായിരിക്കും? കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നടുക്കുള്ള സിമ്പിൾ എന്താണ്? പ്ലസ് ആണെങ്കിൽ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 - 3i. നെക്സ്റ്റ് ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയാമോടാ? 4 - i. 4 - iയുടെ കോൺജുഗേറ്റ് എന്തായിരിക്കും? 4 + i. നടുക്കുള്ള സിമ്പിൾ മൈനസ് മാറി പ്ലസ് ആവും. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 1 + 2i ആണ്. അപ്പോൾ 1 + 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് 1 - 2i. നെക്സ്റ്റ് വൺ -1 - 5i. അപ്പോൾ നടുക്കുള്ള സിമ്പിൾ മാത്രമേ മാറത്തുള്ളൂ. ഇവിടെ നടുക്കാരാണ്ട മൈനസ് ആണ്. -1ന് മാറ്റില്ല, -1 അതുപോലെ തന്നെ നിൽക്കും. മൈനസ് മാറി അവിടെ എന്താവും? പ്ലസ് ആവും. -1 + 5i. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വെറും -1 മാത്രമേ ഉള്ളൂ. കണ്ടോ? -1 അതൊരു ക്വസ്റ്റ്യനാണ്. വെറും -1 മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ കോംപ്ലക്സ് നമ്പർ ആക്കാം? ഞാൻ പറഞ്ഞു -1 + 0i. അതായത് ഇമാജിനറി പാർട്ടില്ല അല്ലേ? നമുക്കിതിൻ്റെ എന്താണ്? ഇതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? -1 - 0i. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അതിൽ വെറും 5 മാത്രമേ ഉള്ളൂ. അതായത് റിയൽ പാർട്ട്, ഇവിടെയും റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? 5 നമുക്ക് 5 + 0 എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? 5 - 0i. എന്താണ്? 5 - 0i. 5 - 0i. നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 12i അല്ലേ? 12i. അപ്പോൾ 12i നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കോംപ്ലക്സ് നമ്പർ ആക്കാം? അതായത് റിയൽ പാർട്ട് ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എന്ത് കൊടുക്കാം? റിയൽ പാർട്ട് ഒരു 0 കൊടുക്കാം. 0 + 2i. പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? അത് 0 - 12i. 0 - 12i. നെക്സ്റ്റ് വൺ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 4i + 5. 4i + 5 എന്തായിരിക്കും? 4i + 5ൻ്റെ കോൺജുഗേറ്റ് 4i - 5. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ √2 + √3i. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? √2 നടുക്കുള്ള പ്ലസ് മാറ്റം എന്താ അവിടെ? അത് -√3i. എടാ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി മോഡുലസ് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലേ? തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പറുകളുടെ എന്ത് കണ്ടുപിടിക്കണം? മോഡുലസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6 + 8i ആണ് അല്ലേ? 6 + 8i. അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? കൂടെ അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? പറഞ്ഞേ. നമുക്കറിയാം ഓൾറെഡി. ഇവിടെ എക്ക് പകരം ആരാണ്? 6 ആണല്ലേ? 6² + ബിക്ക് പകരം 8² ആണല്ലേ? അപ്പോൾ √6² എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാ? 36. 8² 64. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √100 എന്ന് കിട്ടും. √100ൻ്റെ വാല്യൂ എത്രയുണ്ടാ? 10 ആണല്ലേ? 10 × 10 100. അപ്പോൾ √100ൻ്റെ വാല്യൂ എന്താണ്? 10 ആണ് ആൻസർ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇസഡ് ഞാൻ ചുമ്മാ കൊടുക്കുന്നതാണ്. Z = -4 - 3i. -4 - 3i. അപ്പോൾ അതിൻ്റെ മോഡ് Z എന്തായിരിക്കും? കൂടെ മോഡ് Z നിങ്ങൾ തന്നെ പറഞ്ഞേ. √-4ൻ്റെ സ്ക്വയർ + -3യുടെ സ്ക്വയർ. അതായത് എടാ -4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? -4 × -4 എന്ത് തന്നെ? 16 അല്ലേ? 16 + -3യുടെ സ്ക്വയർ -3 × -3 എന്താണ്? 9. അപ്പോൾ √16 + 9 എത്രയാണ്? √25. അതിൻ്റെ ആൻസർ എന്താണ്ടാ? 5. എടാ അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലേ? i ആണ്. i നമ്മുടെ കോംപ്ലക്സ് നമ്പർ Z = i ആണ്. അതായത് ഈ i നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇവിടെ റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ നമുക്ക് 0+ എന്ന് എഴുതാം. 0 + i എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇതിൻ്റെ മോഡ് Z എന്തായിരിക്കും? മോഡ് Z √0യുടെ സ്ക്വയർ എന്ത് തന്നെയാണ്ടാ? 0 തന്നെയാണ്. ഐയുടെ കൂടെയുള്ള നമ്പർ ആരാണ്? 1 ആണല്ലേ? അപ്പോൾ 1² എന്ന് എഴുതാം. 1². സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1² എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 1. 1 + 0 എന്ന് പറഞ്ഞാൽ 1. √1ൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് ആൻസർ? 1 തന്നെയാണ്. അതായത് i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ എത്രയാണ്ടാ? 1 ആണ്.
എടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞു എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ, അവിടുത്തെ ആംഗിളാണ് അല്ലേ തീറ്റ. തീറ്റയുടെ വാല്യൂ എന്താണോ അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1+√3i ആണ്. 1+√3i നൈസഡ് എന്ന് പറഞ്ഞ് എടുക്കുകയാണേ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതായത് നമ്മൾ എന്താണ് പോളാർ റെപ്രസെൻറ്റേഷൻ ചോദിച്ചിട്ടില്ല. ആംപ്ലിറ്റ്യൂഡ് എന്താണ് അത് മാത്രമേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആദ്യമേ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു Z = എന്താണ്ട r cos θ + i r sin θ അല്ലേ. അപ്പോൾ നമുക്കിവിടെ r cos θ = ഇവിടെ നിൽക്കുന്ന ആരാണ്? വാല്യൂ ആരാണ്ട 1 ആണല്ലേ. അപ്പോൾ r cos θ = 1 ആണ്. ഇക്വേഷൻ നമ്പർ നമുക്ക് 1 എന്ന് എടുക്കാം. അതുപോലെ r sin θ = എടുക്കുന്ന ആരാണ്? √3 ആണല്ലേ. അപ്പോൾ r sin θ എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ്. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് ചെയ്യാം? ആ 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും? 2 ലെഫ്റ്റ് സൈഡിൽ ആരാണ് ഉണ്ടാവുള്ളത്? r sin θ അല്ലേ, r sin θ. അപ്പോൾ r sin θ ബൈ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? r cos θ അല്ലേ. അപ്പോൾ r cos θ = ഇക്വേഷൻ നമ്പർ 2 റൈറ്റ് സൈഡിൽ ആരാണ്? ഇവിടെ മൈനസ് അല്ല കേട്ടോ, ഡിവൈഡ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ റൈറ്റ് സൈഡിൽ ആരാണ്? √3 ബൈ ഇവിടെ റൈറ്റ് സൈഡിൽ ആരാണ്ട 1, √3/1. r അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. sin θ ബൈ cos θ നമുക്ക് എന്ത് കിട്ടും? tan θ = √3/1 അല്ലെങ്കിൽ √3. എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ √3 ആയിട്ട് മാറുന്നത്? എടാ tan 60 നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? tan 60യുടെ വാല്യൂ എന്താണ്? √3/1 ആണ്. അതായത് tan 60 = √3 ആണല്ലേ. അതായത് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? തീറ്റ എത്രയാണ്? തീറ്റ 60 ഡിഗ്രി. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്ട? 60 ഡിഗ്രി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കട്ടെ. Z = √3 + i അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പോളാർ ഫോം എന്തായിരുന്നു? Z = r cos θ + i r sin θ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഫസ്റ്റ് കൊണ്ട് നമുക്കിവിടെ നോക്കിക്കേ. ഇവിടുത്തെ r cos θ ഇക്വലൻ്റ് നിൽക്കുന്ന ആരാണ്? ഇവിടെ √3 ആണല്ലേ, √3. അപ്പോൾ നമുക്ക് എഴുതാം r cos θ = എന്താണ്? √3. ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇവിടെ r sin θ ഇക്വലൻ്റ് ഇവിടെ നിൽക്കുന്ന ആരാണ്ടാ? ഞാൻ ഇവിടെ i ഒറ്റയ്ക്കാണല്ലേ. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് എന്താണ്? അതിനോടൊപ്പം ആരുണ്ട്? 1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അപ്പോൾ r sin θ എന്ന് പറയുന്ന ആൻസർ എന്താണ്ട? 1 ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 ലെഫ്റ്റ് സൈഡിൽ ആരാണ്ട ഉള്ളത്? r sin θ. അപ്പോൾ r sin θ ബൈ 1 ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? r cos θ. r cos θ = ഇതുപോലെ തന്നെയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ആരാണ്? 1 അല്ലേ. 1 ബൈ ഇവിടെ റൈറ്റ് സൈഡിൽ ആരാണ്? √3. 1/√3. r കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ sin θ ബൈ cos θ നമുക്ക് എന്ത് കിട്ടും? tan θ = 1/√3 എന്ന് കിട്ടും. ഇവിടെ എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ 1/√3 ആകുന്നത്? എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ 1/√3 ആകുന്നത്? tan 30 എന്താണ് ആൻസർ? 1/√3. tan 30 എന്താണ് ആൻസർ? 1/√3. ഇറ്റ് മീൻസ് ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് തീറ്റയുടെ വാല്യൂ എത്രയുണ്ടാ? 30 ഡിഗ്രി. എത്ര ഡിഗ്രി ആണ്ട? 30 ഡിഗ്രി. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Z = -1 - a. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? Z = -1 - a. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മുന്നേ സാധാരണ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ r cos θ ഇക്വലൻ്റ് ആരാണ്? ഇവിടെ r cos θ അല്ലേ. r cos θയ്ക്ക് ഇക്വലൻ്റ് ഇവിടെ നിൽക്കുന്ന വാല്യൂ ഏതാണ്ട? -1 അല്ലേ. -1. അതുപോലെ r sin θ ഇക്വലൻ്റ് ഇരിക്കുന്ന ആരാണ്? r sin θ ഇക്വലൻ്റ് ഇവിടെ ആരാണ്? അതും എന്ത് തന്നെയാണ്? ഐയുടെ കൂടെ എന്താണ്? -1 എന്നുള്ള ആൻസർ തന്നെയാണ് അവിടെ. കാരണം -i എന്ന് പറഞ്ഞാൽ ആരാണ്ട? -i എന്നാണല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് അവിടുത്തെ ഇമാജിനറി പാർട്ട് ആര് തന്നെയാണ്? -1 തന്നെയാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ എന്താണ്ട? 2. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്താണ്? r sin θ അല്ലേ. അതായത് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് ചെയ്യാം? 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് ആരാണ്? ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് സൈഡ് ആരാണ്ട? r sin θ. r sin θ ബൈ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് സൈഡിൽ ആരാണ്ട? r cos θ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആരാണ്? 2 റൈറ്റ് സൈഡിൽ -1
ഇവിടെയും -1 തന്നെ അല്ലേ. അപ്പോൾ 6 കൂടെ വെട്ടിപ്പോവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്ക് എന്ത് കിട്ടും? എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് അങ്ങ് എഴുതാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ കണ്ട? ടാൻ തീറ്റയാണ്. -1 ക്യാൻസലായി പോവും. 1/1 ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്ത് എഴുതും? ടാൻ 45 എന്ന് എഴുതുമല്ലേ. ടാൻ 45ൻ്റെ വാല്യൂ ആണല്ലോ 1. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങ് എഴുതും തീറ്റ = 45 എന്ന് എഴുതുമല്ലേ. പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ എന്താ? റോങ് ആണ്, തെറ്റാണ്. അതിന് റീസൺ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മളിവിടെ ആംഗിൾ കിട്ടും, തീറ്റ = 45, നമ്മൾ ഹാപ്പി ആവും അല്ലേ. ആൻസർ എല്ലാം വിചാരിച്ച പോലെ തന്നെ കറക്റ്റായി എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ പോവും. പക്ഷേ എന്താണ്, ഈ ഒരു ആൻസർ തെറ്റാണ്. നമ്മൾ ഇതുവരെ ചെയ്തു വന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരുന്നു. z = a + ib. അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് തന്നെയായിരുന്നു? പോസിറ്റീവ് തന്നെയായിരുന്നു. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് ക്വാഡ്രൻ്റ്, അതായത് നമ്മളെ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മളെ കോംപ്ലക്സ് നമ്പർ നമ്മളെ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ -1 - i. എന്താണ്ട് -1 - i എന്ന് പറയുമ്പോൾ -1 - i എന്ന് പറയുമ്പോൾ നമ്മളതിനെ ക്വാഡ്രൻ്റ് ആക്കുമ്പോൾ -1, ആണ്. അതാണ് നമ്മുടെ പോയിൻ്റ് അല്ലേ. അതായത് നമ്മൾ അർഗൻറ്റ് പ്ലെയിനൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് -1, എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രൻ്റാണ്? അതാ എക്സ് വാല്യൂ ആണ്, വൈ വാല്യൂ ആണ്? -ആണ്. രണ്ടും മൈനസ് ആണെങ്കിൽ എക്സ് മൈനസ് പറയുമ്പോൾ അത് ഇങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ അതവിടെ ആരോ ഇട്ടാണ്. ഇതാണ് എക്സ് മൈനസ് വരുമ്പോൾ അല്ലേ. അതുപോലെ വൈ -1 എന്ന് പറയുമ്പോൾ എന്താണ്? അത് താഴോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ക്വാഡ്രൻ്റ് ഏതാണ്ടാ? ഈ ഒരു ക്വാഡ്രൻ്റ് കണ്ടോ, ഞാൻ വരച്ചിട്ടുണ്ട്. തേർഡ് ക്വാഡ്രൻ്റ് ഈ ഒരു ക്വാഡ്രൻ്റാണ്. അവിടുത്തെ ആംഗിളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരാം. നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ടാൻ തീറ്റ = 1, ടാൻ 45 നമുക്ക് മനസ്സിലാവും. ടാൻ 45 ആണ് 1 എന്ന് മനസ്സിലാവും. പക്ഷേ യഥാർത്ഥ ആംഗിൾ എന്ന് പറയുന്നത്, യഥാർത്ഥ തീറ്റ എന്ന് പറയുന്നത് -180 + തീറ്റ. അതായത് -180 പ്ലസ്, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ വാല്യൂ എത്രയുണ്ടാ? 45 അല്ലേ. അപ്പോൾ -180 + 45 എത്രയായിട്ട് നമുക്ക് ആൻസർ? -135 ഡിഗ്രി കിട്ടും. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ ആംപ്ലിറ്റ്യൂഡ്. ഇവിടുത്തെ യഥാർത്ഥ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് വരികയാണെങ്കിൽ നിങ്ങളിവിടെ ഈ കിട്ടുന്ന തീറ്റ എന്താണോ അതിനെ -180യുടെ കൂടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ എക്സാംസിന് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ചാടിക്കയറി ആംപ്ലിറ്റ്യൂഡ് 45 എന്ന് എഴുതി ഫിനിഷ് ചെയ്യരുത്. വളരെയധികം പ്രത്യേകിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു തെറ്റ് വരാതെ സൂക്ഷിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.